ഹായ് ഗായ്സ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. ബാംഗ്ലൂർ സീരീസ് കഴിഞ്ഞതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിലുള്ള നമ്മുടെ എക്സ്പ്ലോറേഷൻ സബ്സ്ക്രൈബേഴ്സ് ആണ് ആകെപ്പാട് ഇഷ്ടമായെന്ന് കേട്ടു. ഒരാൾ വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഒതുക്കും. അടുത്തത് തിരിയാന്ന് പറയും. അപ്പോൾ നമ്മളുടെ എറണാകുളം എക്സ്പ്ലോറേഷൻ ആണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മൾ ആക്ച്വലി ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്, ഇൻവൈറ്റ് ചെയ്തു. ക്ഷണിച്ചിട്ടുണ്ട്. നമ്മളൊരു 3-4 ദിവസം കൊച്ചിയിൽ കാണും. അത് ആരാണെന്ന് നിങ്ങൾ ഗസ്റ്റ് ചെയ്യുക. സസ്പെൻസ് ആണ്. നമ്മൾ തംബ്നെയിലും ടൈറ്റിലും അത് റിവീൽ ചെയ്യില്ല. ഇതൊരു സസ്പെൻസ് ആയിരിക്കും. എന്നാലും ഈ സീരീസ് എന്ന് പറയുന്നത് എക്സ്പ്ലോറേഷൻ വിത്ത് അവർ സബ്സ്ക്രൈബർ ആയി. അപ്പൊ നമുക്ക് പോയി പുള്ളിയെ കണ്ടിട്ട് നമ്മളുടെ എക്സ്പ്ലോറേഷൻ പരിപാടി തുടങ്ങാം ഇവിടെ. നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ഊബർ എടുത്ത് പോവായിരുന്നു, പക്ഷെ നമ്മൾ നടന്നു. രാവിലെ മോർണിംഗ് എക്സസൈസ് ഞാൻ നടന്നായിരുന്നു. അല്ല, നടന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ ടൈപ്പ് കാസ്റ്റ് ചെയ്യും. അതുകൊണ്ടല്ല, ഇത് ആക്ച്വലി ക്രിക്കറ്റ് നമ്മൾ പറഞ്ഞില്ലേ, അതിന് കുറച്ച് ബാക്ക് ക്യാഷസ് കിട്ടിയെങ്കിലും ക്രിക്കറ്റ് ടൂർണമെന്റിന് നമ്മൾ ഒരുങ്ങുമ്പോഴത്തേക്ക് അതിനുള്ള സെലക്ഷൻ പ്രൊസീജിയറും കൂടിയാണ്. ഞാൻ ഡെയിലി എക്സസൈസ് ചെയ്യാറുണ്ട്. നന്ദുമോന്റെ പുതിയ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? കളങ്കാവലിനെ ഇൻസ്പയർ ആയിട്ടുള്ള എങ്ങനെ വെക്കാം? മറ്റേ മാധവ മഹാദേവ വേണ്ട നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ട. വരൂ, നമുക്ക് നടക്കാം. നമ്മളുടെ സ്ഥലം ഇപ്പൊ തന്നെ നമ്മൾ എത്തും. നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടിലാണ് പോകുന്നത്, ഫ്രഞ്ച് ടോസ്റ്റ്, പനമ്പള്ളി നഗർ. അവിടെയാണ് നമ്മൾ ആളിനെ റിവീൽ ചെയ്യുന്നത്. നടന്ന് അവസാനം ഇവിടെ എത്തി. ഞാൻ ഫിറ്റ് ആയതുകൊണ്ട് ഞാൻ വേർക്കെ അങ്ങനെയൊന്നും എനിക്കൊരു ക്ഷീണമില്ല. ഫിറ്റ്നസ് നമുക്ക് വേണമായിരുന്നു. ഇവരൊക്കെ പറഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായി ഫ്രഞ്ച് ടോസ്റ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ ഗസ്റ്റ്, നമ്മുടെ ഇന്നത്തെ താരം വന്നിരിക്കുകയാണ്. ഇതാണ് സാക്ഷാൽ അലക്സ്, നിങ്ങൾ തേടിക്കൊണ്ടിരുന്ന വ്യക്തിത്വത്തിന്റെ ഉടമ. അലക്സ് ഇപ്പം നാട്ടില് ലീവിന് വന്നതാണല്ലേ, അപ്പോഴാണ് നമ്മളെ കൂടെ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നൊരു ഓപ്ഷൻ പറഞ്ഞു. അപ്പൊ തന്നെ അഖിലാസ് പറഞ്ഞു പിന്നെന്താ അലക്സിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് വേർക്കുള്ളൂ. ഇല്ല, അതാ ഞാൻ ജസ്റ്റ് അഖിൽ ബ്രോയ്ക്ക് ഒരാൾക്ക് മാത്രമേ ഞാൻ മെസ്സേജ് അയക്കാറുള്ളൂ. കാരണം എല്ലാവർക്കും മെസ്സേജ് അയച്ചാൽ കൺഫ്യൂസ്ഡ് ആക്കേണ്ടതെന്ന് വെച്ചാൽ ഒറ്റ പോയിന്റ് ഓഫ് കോൺടാക്ട് ആയിട്ട് അഖിൽ ബ്രോ അയച്ചേക്കുന്നത്. അപ്പം പുള്ളിയുടെ മെസ്സേജ് അയച്ചൊന്ന് കാണാൻ പറ്റുമോ, നിങ്ങൾ എത്ര പേരുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒന്ന് ചില്ല് ചെയ്യാം. ഞാൻ അങ്ങനെ വലിയ പ്രതീക്ഷ വെച്ചില്ല, കാരണം ബിസി ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം കാണും, യൂട്യൂബ് വീഡിയോസ് കാണും. സോ വന്നു, ഭയങ്കര സന്തോഷം, സോ ഹാപ്പി, ഭയങ്കര ത്രില്ഡാണ്. ഞാൻ ഫസ്റ്റ് കാർ അയച്ച് കണ്ടപ്പോൾ കൈയൊക്കെ ഇങ്ങനെ വിറക്കി തൊട്ടായിരുന്നു. സീരിയസ്ലി ഇത് ഫാൻ ബോയ് മൂവ്മെന്റ് ആയിരുന്നു. ഭയങ്കര സന്തോഷം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ ഫ്രഞ്ച് ടോസ്റ്റിൽ കുറച്ച് വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മള് വൻ വെറൈറ്റിയാണ്, അത് നമ്മൾ കഴിച്ച് കാണിച്ചു. ഗൈസ്, ഇത് സ്ട്രോബെറി ഫ്രഞ്ച് ടോസ്റ്റ്. പിന്നെ ഈ സാധനം എന്തോ ചിക്കൻ സാൻഡ്വിച്ച് എന്നാണ് എന്റെ വിശ്വാസം. അതാണെന്ന് തോന്നുന്നു. ഇത് കണ്ടോ ഗൈസ്, നല്ല ഫ്രൂട്ട്സും നല്ലൊരു ഫ്രഞ്ച് ടോസ്റ്റും. ഇത് പേരെന്തോന്നും അറിയാം? ഇത് കോംബോ ആണ്. കോംബോ എഗ്ഗും ബനാനയും എല്ലാം കൂടെ ഉള്ള ഒരു ഹെൽത്തി മീൽ. ഇത് സോസേജ് ഉണ്ട്, ഇത് ഫ്രഞ്ച് ടോസ്റ്റ് ആണ്, പിന്നെ ഐ തിങ്ക് ചീസ് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ പോസ്റ്റ് ഫ്രഞ്ച് ടോസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്താണെന്ന് കഴിച്ചു നോക്കിയാൽ അറിയത്തുള്ളൂ. അതും ചിക്കൻ ഇത് സ്ട്രോബെറി ഫ്രഞ്ച് ടോസ്റ്റ് ആണ്. സ്ട്രോബെറി ഫ്രഞ്ച് ടോസ്റ്റ്. നമുക്കിനി പോസ്റ്റ് ചിക്കൻ സാൻഡ്വിച്ച് കഴിക്കാം. ഇതെങ്ങനെയാണ് വെട്ടണെന്നുള്ളൊരു നേക്കുണ്ട്, അതെനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് കഴിച്ചു നോക്കാം. ഗൈസ്, ഇതെന്തോ സ്പ്രെഡ് ചെയ്ത് കഴിക്കണമെന്നാണ് അലക്സ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ട്യൂട്ടോറിയലാണ് ഗൈസ്. കഴിച്ചോ? എങ്ങനെയുണ്ട്? അപ്പൊ നമ്മൾ ഇനി കഴിച്ചിട്ട് വരാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, അതെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റേയിലേക്ക് പോവാണ്, കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കും. ചിൽ മൂഡാണ്. അപ്പൊ എക്സ്പ്ലോറിംഗ് ചെക്ക് ഇൻ ചെയ്ത് ഈ സാധനമൊക്കെ ഒന്ന് വെക്കണ്ടേ. എക്സ്പ്ലോറിംഗ് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല. ഇല്ല. പിന്നെ അതുപോലെ ഇന്ന് കഴിച്ചത് ഒരു ടിപ്പിക്കൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല. ഇതൊരു നമ്മൾ യൂഷ്വലി അതെ അങ്ങോട്ട് വയറിന് കുറച്ച് സമയം എടുക്കും. ഞാൻ ഇംഗ്ലീഷ് ഒന്നും ഞാൻ പറഞ്ഞില്ല. ആരാ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു? ഒരു യൂറോപ്പിലാണ് ഉദ്ദേശിച്ചല്ലേ. ഫ്രാൻസ് യൂറോപ്യൻ കൺട്രി അല്ലേ? മതിയോ, അധികം മെഴുകണ്ട, നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. അതിന് മുന്നേ ശ്രീകാന്ത് ഏട്ടൻ നമ്മളെ വിട്ടു പിരിയണം എന്നാണ് കേട്ടത്. ഞാൻ ഓഫീസിൽ പോകണം. അപ്പം ശ്രീകാന്ത് ഏട്ടൻ ഓഫീസിൽ പോകും, നമ്മൾ റൂമിൽ പോകും.
അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ സ്റ്റേയിൽ എത്തിയിരിക്കുകയാണ്. സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ നോർമൽ ദിവസങ്ങളിലൊന്നും. അതെ അതെ. കുടിക്കുമ്പോ കണ്ട ഒരു വിരൽ ഇങ്ങനെ പൊങ്ങി നാട്ടിലായിരുന്നെങ്കിൽ അവ ഇങ്ങനെ നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അവന്റെ മെത്തേഡ് ആക്ടിങ് കേട്ടോ ഗൈസ്. ഇനി അങ്ങോട്ട് നിങ്ങൾ ഓൾഡ് സ്കൂളിന്റെ ഒരു ലക്ഷറി വ്ളോഗുകളായിരിക്കും കാണാം. സൗണ്ട് ചേർത്തായിരിക്കില്ല, നമ്മൾ വളരെ ഒരു ലക്ഷറി വ്ളോഗ് ആയിരിക്കും. നമ്മളിപ്പോ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ കൊച്ചി മാരിയറ്റിലാണ്. കണ്ടോ നമ്മൾ ആദ്യമായിട്ടാണ് മാരിയറ്റിൽ വരുന്നത്. അപ്പൊ ഇന്റീരിയർ വളരെ ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് റൂമിന്റെ ടൂർ നമുക്ക് കാണിച്ചു തരാം. അപ്പൊ ഗൈസ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിൽ അതെ ടൂർ തരാം, എക്സ്ക്ലൂസീവ് ടൂർ. ഒരു ടേബിൾ ഉണ്ട്, ഒരു ചെയർ ഉണ്ട്, ലൈറ്റ് ഉണ്ട്. ബാത്റൂം എങ്ങനെ? ഈ ബാത്റൂമിന് പ്രത്യേകതയുണ്ട്. ഈ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കിടന്നുകൊണ്ട് കുളി കാണാം. ഇത് നല്ലൊരു ഇതല്ലേ, നല്ലൊരു തുടക്കമല്ലേ. കുളിക്കുന്ന ആൾക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം കാണിച്ചാൽ പുറത്തുനിന്ന് കാണാൻ പറ്റില്ല. നമുക്ക് എന്തായാലും കാണണ്ട. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ഒന്ന് പുറത്തിറങ്ങി കറങ്ങിയിട്ടൊക്കെ വരാല്ലേ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ കൊച്ചി എക്സ്പ്ലോറേഷൻ തുടങ്ങിയിരിക്കുകയാണ്. അതെ അതെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എവിടെയാണ്? നമ്മള് കാർത്തിയാനി ഹോട്ടലാണ്. നമ്മളെ ഇന്നത്തെ ലഞ്ച് അവിടെയാണ്. ഫേമസ് ഹോട്ടലല്ലേ. വീണ്ടും ഫുഡ്. അതെ, ഇത് നമ്മുടെ അലക്സ് നമുക്ക് സജസ്റ്റ് ചെയ്താണ്. ഇവിടെ നല്ല സീ ഫുഡ് ഉണ്ട്. ചിക്കൻ വലിയ സംഭവമൊന്നും ഇല്ലെങ്കിലും സീ ഫുഡ് ഒക്കെ കിടിലാണെന്നാണ് അലക്സ് നമ്മൾ സജസ്റ്റ് ചെയ്തത്. പിന്നെ നാനി സജസ്റ്റ് ചെയ്തായിരുന്നു. ഓക്കെ ഗൈസ്, ഇനിയപ്പോ നമുക്ക് കാർത്തിയാനിയിലെ ഫുഡ് നമുക്ക് പരിചയപ്പെടാം. അതെ അതെ, നമ്മൾ നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. ഗൈസ്, ഇതാണ് നമ്മുടെ കാർത്തിയാനി കൊച്ചി. റെഡിയാണോ? ഗൈസ്, കാർത്തിയാനി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് ഏതോ അമ്മ വീട് സെറ്റപ്പ് ആണെന്ന്. അമ്മച്ചി കടയണമെന്ന് വിചാരിച്ചു. ശ്രീകാന്ത് കൊണ്ടുപോകുന്ന ടിപ്പിക്കൽ അമ്മച്ചി കടയണമെന്ന് ഉല്ലാസ് തെറ്റിദ്ധരിച്ചു. ഇത് പക്ഷെ അങ്ങനെയല്ല, ഇത്തിരി നല്ല സെറ്റപ്പ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ലഞ്ച് വന്നിരിക്കുകയാണ്. മീൽസ്, പിന്നെ ഇത് കൂന്തൽ, ഇത് ടൈഗർ പ്രോൺസ്, ഇത് കാളാഞ്ചി. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കാളാഞ്ചി. സൂപ്പർ സൂപ്പർ. കൂന്തൽ ടൈഗർ പ്രോൺസ്. അപ്പൊ ഗൈസ്, കാർത്തിയാനി നമുക്ക് പേരുത്ത് ഇഷ്ടായിരിക്കുന്നു. അതെ, നല്ല ഫുഡ് ഇഷ്ടമായിരിക്കണം. കാളാഞ്ചി, കൊഞ്ച്, കൂന്തൽ. നമ്മൾ ഉണ്ടാക്കിയ കൂന്തലും ഇതും കൂന്തലും തമ്മിൽ എനിക്ക് തോന്നുന്നു പരിണാമപരമായിട്ടുള്ള എന്തോ നമുക്ക് കിട്ടിയ എന്തോ കൂന്തലിന്റെ എന്തോ പ്രശ്നമുണ്ടെന്ന് ഉണ്ടാക്കിയാളെ കുട്ടി പറയുകയാണോ? സോഫ്റ്റ് കൂന്തൽ ഗൈസ്, ഇവിടെ കൊച്ചിയിൽ മാത്രം കിട്ടുന്ന അതെ അതെ, ഇവിടെ സോഫ്റ്റ് കൂന്തലില്ല. അതെ, ഇവിടെ കൊണ്ടുവന്ന അലക്സിന് പെരുത്തും നന്ദി. പിന്നെ ലാസ്റ്റ് ഒരു ബേസിൻ ലഡു എന്ന് പറഞ്ഞിട്ട് ഒരു ലഡു കൊണ്ടുവന്നു. ഓ, അത് ഫുള്ള് നട്ട്സ് ഫീൽഡ് ലഡു ആയിരുന്നു. അത് സൂപ്പർ. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഹോട്ടലിൽ വന്നല്ലേ. ഇനി എന്ത് പരിപാടി? നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ നീന്തും. One eternity later. പൂളിൽ വന്നപ്പോൾ ഒടുക്കത്തെ മഴ. മിന്നലും മഴ കുഴപ്പമില്ല, നമുക്കൊരു പ്രശ്നമല്ല. പക്ഷെ മിന്നൽ പ്രശ്നമാണെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടുത്തെ ആള്. അതിന്റെ വിഷമത്തിലാണ് വിളിച്ചേട്ടൻ. അപ്പൊ ഇനി നാളെ രാവിലെ എന്റെ സ്വിമ്മിംഗ് പെർഫോമൻസ് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. മിന്നൽ അടിച്ചില്ലെങ്കിൽ ഇറങ്ങാം. അപ്പൊ ഗൈസ്, മഴ മാറി, ഇടി മാറി, മിന്നൽ മാറി, ഇവിടുത്തെ ആ അങ്ങേരും മാറി, ഇവിടുത്തെ ആളും മാറി. അങ്ങനെ നമ്മൾ പൂളിലേക്ക് ചാടുകയാണ്. ഇന്ന് വൈബാണ്. നമ്മൾ ഫുൾ വൈബ്. ശ്രീകാന്ത് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ. റൂമിന്റെ ടൂർ നമുക്ക് കാണിച്ചു തരാം. നമ്മൾ കിടക്കാൻ പോകുന്നു. വേണ്ട വേണ്ട.
ഇപ്പൊ ഗൈസ് നമ്മൾ സ്വിമ്മിങ്ങിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കുകയാണ്. നന്ദുമോഹന് സ്വിമ്മിങ്ങിന് ഡ്രസ്സ് ഇല്ലെന്ന് പറഞ്ഞു. ഉപകരണങ്ങളൊക്കെ നമ്മൾ വാങ്ങാൻ പോകുന്നു. ഞാൻ അടുത്തതായി അണ്ടർവാട്ടർ സ്വിമ്മിങ്ങിൽ എനിക്ക് അടി കൂടെ അണ്ടർ വാട്ടർ വർക്ക് നടത്തണം. വാങ്ങി കിട്ടുമല്ലോ. ഇത് വേണോ? ഏതാ? അത് വേണ്ടടോ. ഏത്? ഞാൻ പല്ലിയ നടക്കൂല. ലൈഫ് ഗാർഡ് ഓക്കെ, എങ്ങനെയാണ് ഫിറ്റ്നസ് സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. എത്രയിട്ട് കളിക്കുന്നത്? ഉല്ലാസ് കാത്തു. ഇല്ല എനിക്ക് ഞാൻ ആളുടെ ഫിറ്റാണ്. വിരിച്ചേട്ടൻ്റെ അടുത്ത പരിപാടി അങ്ങനെ ജിമ്മിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുന്നു. അതെ അതെ, സ്ലിപ്പർ അവിടെ അലൗഡായി. കുഴപ്പമില്ല. ഞാനൊരു 8 കലോറി ബേൺ ചെയ്തു. അപ്പൊ തന്നെ ഇറക്കി വിട്ടിരിച്ചു.